ഇന്ത്യയിലെ തമിഴ്നാട്ടിൽ പോണ്ടിച്ചേരിയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഒരു പരീക്ഷണാത്മക ടൗൺഷിപ്പാണ് ഓറോവിൽ. ശ്രീ അരബിന്ദോയുടെ ശിഷ്യയും പങ്കാളിയുമായിരുന്ന മിറ അൽഫാസ 1968 സ്ഥാപിച്ചതും ആർക്കിടെക്ട് റോജർ ആങ്കർ രൂപകൽപ്പന ചെയ്തതുമാണിത്. വൈവിധ്യമാർന്ന പശ്ചാത്തലങ്ങളിൽ നിന്നുള്ള ആളുകൾക്ക് സമാധാനത്തിലും സഹകരണത്തിലും ഒരുമിച്ച് ജീവിക്കാൻ കഴിയുന്ന സാർവത്രികവും യോജിപ്പുള്ളതും ആത്മീയ ബോധമുള്ളതുമായ ഒരു സമൂഹത്തെ സൃഷ്ടിക്കുക എന്നതാണ് ഓറോവില്ലിന്റെ പിന്നിലെ ആശയം. ഓറോവിൽ എന്ന പേര് സിറ്റി ഓഫ് ഡോൺ എന്നാണ് വിവർത്തനം ചെയ്യുന്നത്. അതിന്റെ ചാർട്ടർ മാനുഷിക ഐക്യം, സുസ്ഥിര ജീവിതം, സാംസ്കാരിക വൈവിധ്യം, ആത്മീയ വളർച്ച തുടങ്ങിയ ആദർശങ്ങൾക്ക് ഊന്നൽ നൽകുന്നു. മാതൃമന്ദിരം ഒരു വലിയ സ്വർണ്ണ ഗോളാകൃതിയിലുള്ള ക്ഷേത്രമാണ്. ഇത് ഓറോവിലിന്റെ കേന്ദ്രബിന്ദുവായി വർത്തിക്കുന്നു. ഇത് നഗരത്തിന്റെ ആത്മീയ അഭിലാഷങ്ങളെ പ്രതീകപ്പെടുത്തുന്നതിനാണ്. കാലക്രമേണ ലോകമെമ്പാടുമുള്ള വ്യക്തികളെ ആകർഷിക്കുന്ന ഒരു അദ്വിതീയ അന്താരാഷ്ട്ര സമൂഹമായി ഓറോവിൽ വളർന്നു. ഓറോവിലിയൻസ് എന്നറിയപ്പെടുന്ന ഇവിടത്തെ നിവാസികൾ സുസ്ഥിര സമ്പ്രദായങ്ങൾ, കല, വിദ്യാഭ്യാസം, വ്യക്തിത്വ വികസനം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന വിവിധ പദ്ധതികളിലും സംരംഭങ്ങളിലും പ്രവർത്തിക്കുന്നു. ആത്മീയ സാക്ഷാത്കാരത്തിനും യോജിപ്പിനും വേണ്ടി പരിശ്രമിക്കുന്നതിനിടയിൽ മനുഷ്യരാശിക്ക് സാമുദായികവും പാരിസ്ഥിതികവുമായ ജീവിതത്തിന്റെ പുതിയ വഴികൾ പര്യവേക്ഷണം ചെയ്യാൻ കഴിയുന്ന ഒരു സ്ഥലവും സമഗ്രമായ ജീവിതത്തിന് ഒരു മാതൃകയും എന്ന ലക്ഷ്യത്തോടെ ഓറോവിൽ വികസിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ത്യയിലെ തമിഴ്നാട്ടിൽ സ്ഥിതി ചെയ്യുന്ന ഓറോവിൽ സവിശേഷവും ആത്മീയവുമായ ഒരു കമ്മ്യൂണിറ്റി അനുഭവം പ്രദാനം ചെയ്യുന്നു. ഓറോവില്ലിൽ നിങ്ങൾക്ക് കാണാനും പര്യവേക്ഷണം ചെയ്യാനും കഴിയുന്ന ചില കാര്യങ്ങൾ ഇതാ. മാതൃമന്ദിർ. ഓറോവില്ലിന്റെ ആത്മാവ് എന്ന് പലപ്പോഴും വിളിക്കപ്പെടുന്ന മാതൃമന്ദിരം ഒരു ഗോളാകൃതിയിലുള്ള ഘടനയാണ്. സുവർണ ധ്യാന താഴികക്കുടം എന്ന മാതൃമന്ദിർ ഒരു കേന്ദ്ര ആകർഷണമാണ്. അകത്തേക്ക് പ്രവേശനം പരിമിതമാണെങ്കിലും നിങ്ങൾക്ക് അതിന്റെ മനോഹരമായ പൂന്തോട്ടങ്ങളും പുറത്തുനിന്നുള്ള കാഴ്ചയും ആസ്വദിക്കാം. സമാധാന മേഖല. ഓറോവില്ലിലെ സമാധാന മേഖലയിൽ മാതൃമന്ദിര ഉദ്യാനങ്ങളും ആംഫി തിയേറ്ററും വിവിധ ധ്യാനകേന്ദ്രങ്ങളും ഉൾപ്പെടുന്നു. പ്രതിഫലനത്തിനും വിശ്രമത്തിനുമുള്ള ശാന്തമായ സ്ഥലമാണിത്. ഇന്റർനാഷണൽ സോൺ. ഓറോവില്ലിനെ വ്യത്യസ്ത സാംസ്കാരിക, ദേശീയ മേഖലകളായി തിരിച്ചിരിക്കുന്നു. ലോകമെമ്പാടുമുള്ള വൈവിധ്യമാർന്ന വാസ്തുവിദ്യയും പ്രവർത്തനങ്ങളും അനുഭവിക്കാൻ നിങ്ങൾക്ക് ഈ സോണുകൾ പര്യവേക്ഷണം ചെയ്യാം. അവിടെ നിങ്ങൾ ഐക്യവും വൈവിധ്യവും പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ വിവിധ രാജ്യങ്ങളെയും സംസ്കാരങ്ങളെയും പ്രതിനിധീകരിക്കുന്ന പവലിയനുകൾ കണ്ടെത്താനാകും. ഓറോവിൽ വനം. സുസ്ഥിര വന പരിപാലന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പരിപാലിക്കുന്ന ഓറോവിൽ വനമേഖലയും അതിന്റെ നടത്ത പാതകളും പര്യവേക്ഷണം ചെയ്യുക. ഓറോവിൽ വനത്തിൽ പ്രകൃതി നടത്തം നടത്തുകയോ സൈക്കിൾ ചവിട്ടുകയോ ചെയ്യാവുന്നതാണ്. പ്രകൃതിയുമായി ബന്ധപ്പെടാൻ കഴിയുന്ന ഒരു മരുപ്പച്ചയാണിത്. കലയും സംസ്കാരവും. സാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക് പേരുകേട്ടതാണ് ഓറോവിൽ. കമ്മ്യൂണിറ്റിയുടെ സൃഷ്ടിപരമായ വശം അനുഭവിക്കാൻ ആർട്ട് ഗാലറികൾ, സ്റ്റുഡിയോകൾ, വർക്ക്ഷോപ്പുകൾ എന്നിവ സന്ദർശിക്കാവുന്നതാണ്. ഇവിടെ വിവിധ സാംസ്കാരിക പരിപാടികൾ, ശില്പശാലകൾ, പ്രദർശനങ്ങൾ എന്നിവ നടത്തുന്നു. മൺപാത്രങ്ങളും കരകൗശല വസ്തുക്കളും ഉൾപ്പെടെയുള്ള പ്രാദേശിക കലാരംഗം പരിചയപ്പെടാവുന്നതാണ്. സുസ്ഥിരതാ സംരംഭങ്ങൾ. ഓറോവില്ലിന്റെ സുസ്ഥിര സമ്പ്രദായങ്ങളെക്കുറിച്ചും ജൈവകൃഷി, പുനരുപയോഗ ഊർജ പദ്ധതികൾ പോലെയുള്ള പരിസ്ഥിതി സൗഹൃദ സംരംഭങ്ങളെക്കുറിച്ചും അറിയാൻ സാധിക്കുന്നതാണ്. ബോട്ടിക്കുകളും കഫേകളും. ഓറോവില്ലിൽ കൈകൊണ്ട് നിർമ്മിച്ച ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന അതുല്യമായ ബോട്ടിക്കുകളും ജൈവവും ആരോഗ്യകരവുമായ ഭക്ഷണ വിഭവങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന കഫേകളുണ്ട്. പ്രാദേശിക ഭക്ഷണവും കരകൗശല വസ്തുക്കളും പര്യവേക്ഷണം ചെയ്യുക. ഓറോവിൽ ബേക്കറി. ഓറോവിൽ ബേക്കറിയിൽ രുചികരമായ പേസ്ട്രികളും ബ്രെഡും പരീക്ഷിക്കുന്നത് ഒഴിവാക്കരുത്. ഓറോവില്ലിലെ വരുമാനം. പരമ്പരാഗത സാമ്പത്തിക മാതൃകകൾ പിന്തുടരുന്നില്ല എന്നതാണ് ഓറോവില്ലിന്റെ പ്രത്യേകത. വ്യക്തിഗത വരുമാനം പിന്തുടരുന്നതിനു പകരം അവരുടെ കഴിവുകളും അധ്വാനവും സമൂഹത്തിന് സംഭാവന ചെയ്യാൻ താമസക്കാരെ പ്രോത്സാഹിപ്പിക്കുന്നു. വർക്ക്ഷോപ്പുകളും റിട്രീറ്റുകളും. നിങ്ങളുടെ താൽപ്പര്യങ്ങൾക്കനുസരിച്ച് ഓറോവിൽ കമ്മ്യൂണിറ്റി നടത്തുന്ന വർക്ക്ഷോപ്പുകൾ, യോഗ റിട്രീറ്റുകൾ, ധ്യാനം എന്നിവയിൽ നിങ്ങൾക്ക് പങ്കെടുക്കാം.
ഓറോവില്ലിലെ വരുമാനവുമായി ബന്ധപ്പെട്ട ചില പ്രധാന പോയിന്റുകൾ ഇതാ. വിവിധ കമ്മ്യൂണിറ്റി പ്രോജക്റ്റുകൾ, സേവനങ്ങൾ, പ്രവർത്തനങ്ങൾ എന്നിവയിൽ നിരവധി ഓറോവിലിയന്മാർ പ്രവർത്തിക്കുന്നു. ചില താമസക്കാർക്ക് അവരുടെ അടിസ്ഥാന ആവശ്യങ്ങൾക്കായി പ്രതിമാസ അലവൻസ് ലഭിക്കുന്നു. എന്നാൽ ഇത് സാധാരണയായി എളിമയുള്ളതും അവശ്യ ചെലവുകൾ വഹിക്കാൻ ഉദ്ദേശിച്ചുള്ളതുമാണ്. ഓറോവിൽ ബീച്ച്. അടുത്തുള്ള ചില ബീച്ചുകളേക്കാൾ തിരക്ക് കുറവായ ശാന്തമായ ഓറോവിൽ ബീച്ച് ആസ്വദിക്കാം. ശാന്തമായ കടൽത്തീരത്ത് നടക്കാൻ പറ്റിയ സ്ഥലമാണിത്. വർക്ക്ഷോപ്പുകളും ഇവന്റുകളും. നിങ്ങളുടെ താൽപ്പര്യങ്ങളുമായി പൊരുത്തപ്പെടുന്ന വർക്ക്ഷോപ്പുകൾ, സെമിനാറുകൾ, ഇവന്റുകൾ എന്നിവ പരിശോധിക്കുക. ഓറോവിൽ പലപ്പോഴും വിദ്യാഭ്യാസ സാംസ്കാരിക പരിപാടികൾ നടത്താറുണ്ട്. സന്നദ്ധ സേവന അവസരങ്ങൾ. നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ ഓറോവില്ലിന്റെ കമ്മ്യൂണിറ്റി ജീവിതത്തിൽ സജീവമായി പങ്കെടുക്കാനുള്ള സന്നദ്ധ സേവന അവസരങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് അന്വേഷിക്കാവുന്നതാണ്. ചില ഓറോവിലിയന്മാർക്ക് പെൻഷനുകൾ, സമ്പാദ്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ സ്വന്തം ബിസിനസ്സിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം എന്നിങ്ങനെയുള്ള വരുമാന സ്രോതസ്സുകളുണ്ട്. എന്നിരുന്നാലും തങ്ങളുടെ സമയത്തിന്റെയും ഊർജത്തിന്റെയും ഗണ്യമായ ഭാഗം സാമുദായിക പ്രവർത്തനത്തിന് സംഭാവന ചെയ്യാൻ കമ്മ്യൂണിറ്റി നിവാസികളെ പ്രോത്സാഹിപ്പിക്കുന്നു. കമ്മ്യൂണിറ്റി സ്വയം പര്യാപ്തതയ്ക്കും സുസ്ഥിരതയ്ക്കും ഊന്നൽ നൽകുന്നു. കൂടാതെ താമസക്കാർ പലപ്പോഴും അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി ജൈവകൃഷി, കരകൗശല വസ്തുക്കൾ, പരിസ്ഥിതി സൗഹൃദ നിർമ്മാണം തുടങ്ങിയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു. ഓറോവിൽ ഒരു വിനോദസഞ്ചാര കേന്ദ്രത്തേക്കാൾ കൂടുതലാണെന്ന് ഓർക്കുക. ആത്മീയവും സുസ്ഥിരവുമായ ഒരു ജീവിത സ്ഥലമാണ് ഈ അതുല്യമായ ടൗൺഷിപ്പ്. ഇവിടെ പര്യവേക്ഷണം ചെയ്യുമ്പോൾ കമ്മ്യൂണിറ്റിയുടെ മൂല്യങ്ങളെയും തത്വങ്ങളെയും മാനിക്കാൻ ശ്രമിക്കുക.